ഹായ് എവ്രി വൺ, റോഷ്നീസ് ബിഗ് ബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോക്ലേറ്റ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഏതെല്ലാമാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ബട്ടർ ഒഴിച്ചുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഞാനിവിടെ അരക്കപ്പ് പാലും അരക്കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വിപ്പിംഗ് ക്രീം തികച്ചും ഓപ്ഷണലാണ്, പകരം ഫുൾ കപ്പ് പാലെടുത്താലും മതി. വിപ്പിംഗ് ക്രീം ചേർക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, കട്ടയൊന്നുമില്ലാതെ ഈ ബാറ്റർ നന്നായി യോജിച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. ലോ ഫ്ലെയിമിൽ വെച്ച് ബാറ്റർ നല്ല തിക്കായി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ ബാറ്റർ നന്നായി തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ബട്ടർ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഗനാഷിന് ഒരു ഗ്ലോസി ഫീൽ കൊടുക്കാനും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. അതിനുശേഷം നന്നായി ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.